ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുച്ചരിക്കുന്ന ഭർത്താക്കന്മാർക്ക് അത്താഴം നൽകരുതെന്ന് സ്ത്രീകളോട് ആവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച മഹിളാ സമ്മാൻ സമാരോഹ് എന്ന പരിപാടിയിലാണ് കെജ്രിവാളിന്റെ ഈ വിചിത്ര ആഹ്വാനം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ നൽകുന്ന 2024-2025 ബജറ്റ് പ്രഖ്യാപന പദ്ധതിക്ക് മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു വിചിത്ര ആഹ്വാനം കെജ്രിവാൾ നടത്തിയത്. നിരവധി പുരുഷന്മാർ ഇന്ന് മോദിയുടെ പേര് ഉച്ചരിക്കുന്നുണ്ട്. നിങ്ങൾ വേണം അത് ശരിയാക്കുവാൻ. ഭർത്താക്കന്മാർ മോദിയുടെ നാമം ഉരുവിട്ടാൽ അത്താഴം നൽകില്ലെന്ന് നിങ്ങൾ പറയണം. മഹിളാ സമ്മാൻ സമാരോഹ് പരിപാടിയിൽ കേജ്രിവാൾ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: തന്നെയും ആം ആദ്മി പാർട്ടിയെയും പിന്തുണയ്ക്കുമെന്ന് കുടുംബാംഗങ്ങളോട് സത്യം ചെയ്യാനും സ്ത്രീകൾ ആവശ്യപ്പെടണമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. നിങ്ങളുടെ സഹോദരൻ കേജ്രിവാൾ മാത്രമേ നിങ്ങളോടൊപ്പം നിൽക്കൂ എന്ന് BJP പിന്തുണയ്ക്കുന്ന മറ്റ് സ്ത്രീകളോട് പറയണമെന്ന് കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് ഞാൻ സൗജന്യ വൈദ്യുതി, ബസ് യാത്ര എന്നിവ ഒരുക്കി. ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ വീതം നൽകുവാനും തീരുമാനിച്ചു. ഇതെല്ലാം നിങ്ങൾ അവരോട് പറയൂ. അവർക്ക് വേണ്ടി BJP എന്ത് ചെയ്തു? പിന്നെ എന്തിന് BJPക്ക് വോട്ട്? ഇത്തവണ കേജ്രിവാളിന് വോട്ട് നിൽക്കാൻ പറയൂ. കേജ്രിവാൾ കൂട്ടിച്ചേർത്തു. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് കൂടി ഡൽഹി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പല പാർട്ടികളും 1-2 സ്ത്രീകൾക്ക് പദവി നൽകിയ ശേഷം തങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുകയാണ്. സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങൾ, പദവികൾ ഇതൊന്നും നിഷേധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് വലിയ സ്ഥാനങ്ങളും ടിക്കറ്റുകളുമെല്ലാം ലഭിക്കണം. എന്നാൽ 3-4 സ്ത്രീകൾക്ക് മാത്രമേ ഇതിൻ്റെ പ്രയോജനം ലഭിക്കൂ. ബാക്കിയുള്ള സ്ത്രീകൾക്ക് എന്ത് ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായതിനു ശേഷം വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങളും അദ്ദേഹം ഡൽഹിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ. ബസ്സിലുൾപ്പെടെ അവർക്ക് സൗജന്യ ടിക്കറ്റ്, അതുപോലെ നിശ്ചിത അളവിന് മുകളിൽ മാത്രം ജലം ഉപയോഗിക്കാം, ജലം ഫ്രീ ആയി ഉപയോഗിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. എന്തായാലും 2024 ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ഇത്തരത്തിലുള്ള പല രാഷ്ട്രീയ നാടകങ്ങൾക്കും ഇന്ത്യയെമ്പാടും സാക്ഷിയാവുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചതും തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമായി മാറി. മാത്രമല്ല, പലതരത്തിലുള്ള പാർട്ടി ലയനങ്ങളും രാജ്യമെമ്പാടും അരങ്ങേറുകയാണ്. പ്രധാനമായും രാജ്യത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ BJP തട്ടകത്തിലെത്തുന്ന കാഴ്ചയും വ്യാപകമായി തന്നെ കാണാം. ഇനിയുള്ള ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് തന്നെയാണ് വീണ്ടും പല പ്രവചനങ്ങളും സാധ്യത പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും, അതാണ് പൊതുവെയുള്ള വിലയിരുത്തലെങ്കിലും, എന്തെങ്കിലും രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടാകുമോ എന്നതും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.